ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി 69 എന്ന് പറഞ്ഞൊരു സിനിമ. ഈ ഒരു പടത്തിൻ്റെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ദളപതി 69 സിനിമയുടെ ഷൂട്ടിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ഒക്ടോബർ മാസം ആദ്യ ആഴ്ചയോട് തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പടത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ, അതായത് പ്രധാനമായും ഈ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും വയ്ക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ ഒരു ദളപതി 69 സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ദളപതി 69 സിനിമയുടെ ഭാഗത്ത് നിന്നും ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്, ഈ ഒരു ദളപതി 69 സിനിമയുടെ ഷൂട്ട് നമ്മുടെ കേരളത്തിൽ പാലക്കാട് വെച്ച് നടക്കും എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഇനി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഷുവറാണ്. ഇനിയിപ്പോൾ പാലക്കാട് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾക്കറിയാമല്ലോ ഈ ഒരു ദളപതി 69 പടത്തിന് വേണ്ടി നമ്മളുടെ ആ ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞത് കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ വലിയൊരു ആകാംക്ഷയും കാത്തിരിപ്പുമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു ദളപതി 69 സിനിമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഗൈസ് അതേപോലെ തന്നെ ഈ ഒരു ദളപതി 69 എന്ന് പറഞ്ഞ ഒരു പടം ഒരു പക്ക പീരിയോഡിക് ടച്ചുള്ള ഒരു ക്ലാസ് കൊമേഴ്ഷ്യൽ പടമാണെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ക കൊമേഴ്ഷ്യൽ പടം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ, അതായത് ദളപതി വിജയുടെ ഒരു കൊമേഴ്ഷ്യൽ പടം എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവെത്തുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കത്തിയാണ്. അപ്പോൾ ആ ഒരു വൈബിലുള്ള പടമായിരിക്കും ഈ ഒരു ദളപതി 69 എന്നാണെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ദളപതി 69 പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നടിപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 44 എന്ന് പറഞ്ഞ ഒരു സിനിമ. നിലവിലതായി ഒരു സൂര്യ 44 പടത്തിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഈ ഒരു സൂര്യ 44 സിനിമയുടെ ടൈറ്റിലിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു സൂര്യ 44 പടത്തിൻ്റെ ടൈറ്റിൽ വരുന്ന ദീപാവലിക്ക് തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പടത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിൽ സൂര്യ 44 സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന അടുത്ത ഷെഡ്യൂളോട് കൂടി തന്നെ ഈ ഒരു സൂര്യ 44 പടത്തിൻ്റെ മുഴുവൻ ഷൂട്ടിങ്ങും കംപ്ലീറ്റ് ആകുമെന്നുള്ള കാര്യം ഷുവറാണ്. ഏകദേശം ഒക്ടോബർ ലാസ്റ്റോട് കൂടി തന്നെ സൂര്യ 44 ടീം അവർ പാക്കപ്പ് അടിക്കുമെന്നുള്ള കാര്യം ഷുവറായിട്ടുണ്ട്. അപ്പോൾ ഇനി സൂര്യ 44 പടത്തിൻ്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ ഒരു പടം റിലീസ് ചെയ്യുന്നത് 2025 ജനുവരിയിൽ പൊങ്കൽ വൈബായിട്ടാണ് ഈ ഒരു പടം, അതായത് പൊങ്കൽ റിലീസായിട്ടാണ് ഈ ഒരു സൂര്യ 44 പടം തിയേറ്ററുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു സൂര്യ 44 പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു സൂര്യ 44 പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബിലോ ഗൈസ്. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ കാർത്തി നായകനായിട്ടെത്തി 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു കൈദി എന്ന് പറഞ്ഞൊരു സിനിമ. അന്ന് ഈ ഒരു സിനിമ ബിഗിലുമായിട്ടൊക്കെ ക്ലാഷിനൊക്കെ റിലീസ് ചെയ്തിട്ട് കട്ടാക്കി തന്നെ പിടിച്ചിരുന്നൊരു പടം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ലോകേഷ് കനകരാജ് അദ്ദേഹത്തിൻ്റെ LCU എന്ന് വരുന്ന ആ ഒരു സെറ്റപ്പ്, അതിൽ വരുന്ന ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞതും ഈ ഒരു കൈദി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ലോകേഷ് കനകരാജിൻ്റെ ഈ ഒരു ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൈദിയുടെ ഫാൻ ബേസ് അത് വേറെ ലെവൽ തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫാൻസ് വെച്ചിട്ടല്ല, അപ്പോൾ ആരാധകർ പറയും റോഡക്സ് ആണ് അടിപൊളി, ലിയോ ആണ് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒന്നിനൊന്നും മെച്ചമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു കൈദി സിനിമയിൽ നമ്മുടെ സ്വന്തം കാർത്തി അവതരിപ്പിച്ച ആ ഒരു ദില്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കൈദി സിനിമയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു കൈദി സിനിമയുടെ ആ ഒരു രണ്ടാം ഭാഗം, അന്ന് കൈദി 1 അവസാനിക്കുന്ന സമയത്ത് പിന്നീട് വന്നത് വിക്രമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൈദിയിലെ ചില റെഫറൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, LCU സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ പിന്നെ വന്നത് ലിയോ ആണ്, അതിൽ നമുക്ക് നെപ്പോളിയനെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷുവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ചെയിൻ ഇങ്ങനെ ഇട്ടിട്ട് പോവാണ് ലോകേഷ് കനകരാജ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു LCU എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ സ്വന്തം കാർത്തി അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൈദി സിനിമയുടെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് എന്താണ് ഗൈസ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, കാരണം പടം വരട്ടെ, വരുമ്പോൾ കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വരാനിരിക്കുന്ന കൈദി 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ലഭിച്ച അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. LCU ആരാധകരെ ശാന്തരാകൂ, കൈദി 2 അടുത്ത വർഷം.
ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ കൈദി സിനിമയുടെ 2ാം ഭാഗവും മുൻപന്തിയിൽ തന്നെയുണ്ട്. ഗായ്സ്, അതായത് നമ്മുടെ സ്വന്തം കാർത്തി അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് മെയ്യഴകൻ എന്ന് പറഞ്ഞൊരു പടം. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയുടെ ഇടയിലാണ് കൈദി 2 സിനിമയെക്കുറിച്ച് കാർത്തി അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: കൈദി 2 സിനിമ അടുത്ത വർഷം തന്നെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അതേ വർഷം തന്നെ ആ ഒരു കൈദി 2 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുമാണ് തൻ്റെ പ്രതീക്ഷയെന്നുമാണ് കാർത്തി അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും കൈദി 2 സിനിമയുടെ കാര്യപരിപാടികളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ആരംഭിക്കട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു കൈദി സിനിമയിൽ എന്തൊക്കെ തന്നെയായാലും ലിയോ, അതേപോലെ തന്നെ റോളക്സ് തുടങ്ങിയവരുടെയൊക്കെ, വിക്രം, അമർ തുടങ്ങിയവരുടെയൊക്കെ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഷുവർ തന്നെയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ ഒരു കൈദി 2 സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ ഒരു കൈദി സിനിമയ്ക്ക് വേണ്ടി, കൈദി 2ാം ഭാഗത്തിന് വേണ്ടി ആരൊക്കെയാണ് ഗൈസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നിങ്ങൾ ഈ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു ഫാക്ട്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഗായ്സ്, ബൈ.